വിജയ് അധികാരത്തിലേക്ക് ടി.വി.കെക്ക് പിന്തുണ പ്രഖ്യാപിച്ച് CPI-യും CPIM-ഉം. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിലെ അനിശ്ചിതത്വങ്ങൾക്ക് ശേഷം സിനിമാ താരം വിജയ് നയിക്കുന്ന ടി.വി.കെ അധികാരത്തിലേക്ക്. ടി.വി.കെക്ക് സർക്കാർ രൂപീകരിക്കാൻ CPI-യും CPIM-ഉം പിന്തുണ നൽകും. തമിഴ്നാട്ടിൽ 118 MLA-മാരുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കൂവെന്ന് ഗവർണർ രാജേന്ദ്ര അർലേക്കർ നിലപാടെടുത്തതിന് പിന്നാലെയാണ് ടി.വി.കെയെ പിന്തുണയ്ക്കാൻ ഇരു പാർട്ടികളും തീരുമാനിച്ചത്. ടി.വി.കെക്ക് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നു. സുസ്ഥിര മതേതര ജനാധിപത്യ സർക്കാരിനായാണ് പിന്തുണയെന്ന് CPI അറിയിച്ചു. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള തിരക്കിട്ട ചർച്ചകൾക്കിടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിർണായക നീക്കങ്ങൾ. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പിന്തുണ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു. AICC നിരീക്ഷകൻ മുകുൾ വാസ്നിക്കിന്റെ പക്കലുള്ള MLA-മാരുടെ രഹസ്യ പട്ടികയിലെ വിവരങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ഭൂരിഭാഗം MLA-മാരും KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സന്ദീപ് വാര്യർ, അഡ്വക്കേറ്റ് സജീവ് ജോസഫ്, അഡ്വക്കേറ്റ് TO മോഹനൻ, ഉഷ വിജയൻ, T സിദ്ദിഖ് തുടങ്ങിയ പ്രമുഖർ KC പക്ഷത്താണെന്നും രേഖകൾ. മുഖ്യമന്ത്രി തർക്കത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെ അനുകൂലിച്ച് പ്രകടനം നടത്തിയ ഇടുക്കിയിലെ 4 നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത് DCC നേതൃത്വം. ഹൈക്കമാൻഡിന്റെയും KPCC-യുടെയും നിർദ്ദേശങ്ങൾ ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരെ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്. DCC സെക്രട്ടറി VO താജുദ്ദീൻ, കോൺഗ്രസ് തൊടുപുഴ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രാജേഷ് ബാബു, DKDF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയ് മൈലാടി, തൊടുപുഴ ബ്ലോക്ക് സെക്രട്ടറി റോബിൻ മൈലാടി എന്നിവരെ തൽസ്ഥാനങ്ങളിൽ നിന്ന് നീക്കം ചെയ്തതായി DCC പ്രസിഡന്റ് CP മാത്യു അറിയിച്ചു. നെടുങ്കണ്ടം പച്ചടിയിലെ ഇരട്ടക്കൊലപാതക കേസിൽ നിർണായക വഴിത്തിരിവ്. അമ്മയെയും സഹോദരനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതി സജി 8 വർഷം മുൻപ് കാണാതായ തന്റെ പിതാവ് മാത്യുവിനെയും കൊലപ്പെടുത്തിയെന്ന സംശയത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ മനുഷ്യ അസ്ഥികൂടങ്ങളും തുണിക്കഷ്ണങ്ങളും കണ്ടെത്തി. പച്ചടിയിലെ വീടിന് സമീപമുള്ള പുരയിടത്തിൽ കുഴിയെടുത്ത് നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. ഏറെ നാളായുള്ള കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് DMK. പാർലമെന്റിൽ സീറ്റ് മാറ്റം ആവശ്യപ്പെട്ട് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി കനിമൊഴി സ്പീക്കർക്ക് കത്ത് നൽകി. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ് ഈ കടുത്ത തീരുമാനത്തിലേക്ക് സ്റ്റാലിനെ നയിച്ചത്. തമിഴ്നാട്ടിൽ ടി.വി.കെയെ പിന്തുണയ്ക്കാനുള്ള കോൺഗ്രസ് നടപടിയെ തുടർന്നാണ് കടുത്ത നീക്കവുമായി DMK നീങ്ങിയത്. നിലവിലെ മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസുമായുള്ള തങ്ങളുടെ ബന്ധം അവസാനിക്കുകയാണ്. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. മധ്യ തെക്കൻ ജില്ലകളിൽ മഴ ശക്തമാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിച്ചു. സംസ്ഥാനത്ത് വീണ്ടും സ്വർണ്ണവില കുറഞ്ഞു. 2 ദിവസത്തിനിടെ 4 തവണ വില വർധനവിന് ശേഷമാണ് ഇന്ന് നേരിയ ഇടിവ് രേഖപ്പെടുത്തിയത്. ഗ്രാമിന് 30 രൂപ താഴ്ന്ന് 13,995 രൂപയും പവന് 240 രൂപ കുറഞ്ഞ 1,11,960 രൂപയുമാണ് ഇന്നത്തെ വില. ചൊവ്വാഴ്ചയായിരുന്നു ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ വില. അന്ന് പവന് 1,09,400 രൂപയായിരുന്നു. മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. 1960 ബാച്ചിലെ IPS ഉദ്യോഗസ്ഥനാണ്. മൃതദേഹം കവടിയാറിലെ സ്വവസതിയിലാണ്. പോലീസ് പരിഷ്കരണത്തിൽ നിർണായക പങ്കുവഹിച്ച ഉദ്യോഗസ്ഥനാണ് വിടവാങ്ങുന്നത്. വിരമിച്ച ശേഷം പോലീസ് പരിഷ്കരണങ്ങളെ സംബന്ധിച്ച് എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ആഗോള വ്യോമയാന മേഖലയിലെ പ്രതിസന്ധികൾക്കിടയിലും കരുത്തുറ്റ വളർച്ചയുമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. തുടർച്ചയായ 4ാം വർഷവും 1 കോടിയിലധികം യാത്രക്കാരെന്ന നേട്ടം സിയാൽ നിലനിർത്തി. 2025-2026 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് കൊച്ചി വിമാനത്താവളം വഴി സഞ്ചരിച്ചത്. ഇക്കാലയളവിൽ 73,134 വിമാന സർവീസുകൾ സിയാൽ വിജയകരമായി കൈകാര്യം ചെയ്തു.
ഇറാനുമായുള്ള യുദ്ധം വേഗത്തിൽ അവസാനിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ ആണവ പദ്ധതി നിർത്തിവെക്കണമെന്നും ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്നുമുള്ള US ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ സംഘർഷം ഔദ്യോഗികമായി അവസാനിപ്പിക്കുമെന്നാണ് വിവരം. ജനേകം ടോപ് 10 ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.